കഴക്കൂട്ടത്തു നിന്നും 3 പ്രാവശ്യം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനും കഴക്കൂട്ടത്ത് ആവർത്തിച്ച് മത്സരിക്കുന്ന വി മുരളീധരനും ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിനിർണായകമാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഒരു പ്രാവശ്യം കഴക്കൂട്ടത്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമാക്കി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ മാറ്റുവാൻ വി മുരളീധരൻ ബോധപൂർവമായി ശ്രമിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോൾ അതേ കടകംപള്ളി സുരേന്ദ്രനെ ഇടതുപക്ഷം ഒരിക്കൽ കൂടി കഴക്കൂട്ടത്ത് മത്സരിപ്പിച്ചതിൻ്റെ പിന്നിൽ കടകംപള്ളി സുരേന്ദ്രന് ആ മണ്ഡലത്തിലുള്ള വ്യക്തിപരവും രാഷ്ട്രീയവുമായ ബന്ധത്തിൻ്റെ കരുത്താണ് കാരണം. കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ കഴക്കൂട്ടം പ്രധാനപ്പെട്ട ഒരു IT പാർക്കായി നിരന്തരമായി വളരുമ്പോൾ അവിടുത്തെ ജനജീവിതത്തിൽ നിരന്തരമായി ഇടപെടുന്ന കടകംപള്ളി സുരേന്ദ്രനെ ശബരിമലയുടെ വിഷയത്തിൽ തളയ്ക്കാൻ കഴിയില്ല എന്ന പ്രചരണം ഒരുപക്ഷെ വി മുരളീധരൻ്റെ കണക്കൂട്ടുകളെ തെറ്റിച്ചേക്കാം. മറുവശത്ത് SIR-ലൂടെ ഏതാണ്ട് 36,000-ഓളം വോട്ടർമാർക്ക് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് വോട്ടുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പുതിയ കണക്ക് പ്രകാരം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 31,600-ലധികം വോട്ടർമാർക്കാണ് വോട്ടവകാശം അവിടെ കുറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അഭൂതപൂർവമായ തരത്തിൽ 9%-ലധികം വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,000 വോട്ടുകൾ കുറവായിട്ടാണ് കഴക്കൂട്ടത്ത് ജനങ്ങൾക്ക് രേഖപ്പെടുത്തേണ്ടി വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കടകംപള്ളി സുരേന്ദ്രൻ 23,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ ഈ പ്രാവശ്യം ആ വിജയം ആവർത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കുറഞ്ഞത് 50,000-ലധികം വോട്ടുകൾ നേടേണ്ടതുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ ഇടപെടൽ പ്രവർത്തനങ്ങൾ UDF-നെ ഒരിക്കൽ കൂടി 3-ാം സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട് എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കേണ്ടത് LDF-നെ സംബന്ധിച്ചും ശബരിമല വിഷയത്തെ മുൻനിർത്തി വി മുരളീധരൻ ഒരിക്കൽ കൂടി അവിടെ മത്സരിക്കുമ്പോൾ NDA-യുടെ പരാജയം BJP-ക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത സാഹചര്യമാണ് കഴക്കൂട്ടത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്.